വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, കേട്ട് കഴിഞ്ഞാൽ ഒരുപോലെ തോന്നും, പക്ഷേ വളരെ വ്യത്യാസമായിട്ടുള്ള അർത്ഥങ്ങളായിരിക്കും അല്ലേ. അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അങ്ങനെയുള്ള 2 വാക്കുകളാണ് നോക്കുന്നത്. വേറെ ഒന്നുമല്ല, നിക്കൽന, നിക്കാൽന. നിക്കൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് അർത്ഥം വയ്ക്കും. നമ്മളിങ്ങനെ പുറപ്പെടുക എന്നുള്ളൊരു അർത്ഥമാണ് അതിന് മലയാളത്തിൽ വരുന്നത് കേട്ടോ. നിക്കാൽന എന്ന് പറയുന്നത് നീക്കം ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് എന്താ പറയുക സെന്റൻസുകളായിട്ട് പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിക്കൽന. നിക്കൽന എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞേ, പുറപ്പെടുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ. ശരി, ഇപ്പൊ നമ്മൾ പറയണേ ഞാൻ വീട്ടിൽ നിന്നും 6 മണിക്ക് ഇറങ്ങി. ഞാൻ വീട്ടിൽ നിന്നും 6 മണിക്ക് ഇറങ്ങി. मैं घर से 6 बजे निकल गया था, निकल गई थी. ओके, मैं घर से 6 बजे निकल गया था എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നും 6 മണിക്ക് ഇറങ്ങിയിരുന്നു. മനസ്സിലായോ? അതാണ് അതിനർത്ഥം വരുന്നത്. ഇനി പറയാണ് അവൻ വൈകുന്നേരം ഇറങ്ങും. അവൻ വൈകുന്നേരം ഇറങ്ങും. वो शाम को निकलेगा. शाम को निकलेगा. നമ്മളിപ്പോൾ ഒരാൾ അവൻ വൈകുന്നേരം ഇറങ്ങും, വലിയ ഉറപ്പൊന്നുമല്ല കേട്ടോ. നമ്മൾ പറഞ്ഞ വൈകുന്നേരം ഇറങ്ങാം, കറക്റ്റ് ഷാർപ്പ് ടൈമിംഗ് ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ, വഹു शाम को निकलेगा. വഹു शाम को निकल जाएगा എന്ന് പറയുന്നത് ആ ഒരു റൈറ്റ് ടൈം 100% ഷുവർ ആണ്. അവിടെയാണ് നമ്മൾ നിക്കൽ ജായക എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അവൻ വൈകുന്നേരം ഇറങ്ങും. വഹു शाम को निकलेगा. മനസ്സിലായോ? അപ്പൊ അതിനർത്ഥം എന്താ വന്നേ, വൈകുന്നേരം പുറപ്പെടും, അതാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറയില്ലേ വേഗം ഇറങ്ങൂ എന്ന് പറയുന്നത് ജൽദി നിക്കലോ, ജൽദി നിക്കലോ. ജൽദി നിക്കലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഇറങ്ങും. ഓക്കെ, ശരി. ഇനി നമ്മൾ ചോദിക്കില്ലേ അവൻ എപ്പോൾ ഇറങ്ങും, അവൻ എപ്പോൾ ഇറങ്ങും. അപ്പോഴും നമ്മൾ എങ്ങനെ ചോദിക്കുക, വഹ് കബ് നിക്കലേഗ. ഇനി നിക്കലെങ്കെ, വഹ് കബ് നിക്കലെങ്കെ എന്നുള്ള പ്ലൂരലാണ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ റെസ്പെക്റ്റിൽ ചോദിക്കുമ്പോഴും നിക്കലെങ്കെ എന്ന് ചോദിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെ പറയാം, വഹ് കബ് നിക്കലേഗ, അവൻ എപ്പോൾ ഇറങ്ങും. ഓക്കെ, ഇനി നമ്മൾ പറയാണ് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ പോയി എന്ന് പറയില്ലേ, സ്റ്റേഷൻ സേ ട്രെയിൻ നിക്കൽ ഗൈ. സ്റ്റേഷൻ സേ ട്രെയിൻ നിക്കൽ ഗൈ. സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു. ഓക്കെ, അപ്പോ ഇതാണ് നിക്കൽന എന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരുപോലെ തോന്നുന്ന ഒരു സംഭവമാണ് നിക്കൽ ഗയ. ഈ നിക്കലിനയുടെ തന്നെ മറ്റൊരു രൂപം നിക്കൽ ഗയ. നിക്കൽ ഗയ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയാ, ഈ ആണിയൊക്കെ ഊരി പോരൂലേ, അപ്പോഴാണ് പറയുന്നത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇളകി പോന്നു, അതാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പൊ ഈ നിക്കൽന അല്ല, നിക്കൽന എന്ന് പറയുമ്പോൾ പുറപ്പെടുക എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നിക്കൽ ഗയ എന്ന് പറഞ്ഞപ്പോ എന്താ പറയുന്നത്, ഇളകിപ്പോന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ പറയില്ലേ ചുവരിൽ നിന്നും ആണി ഊരിപ്പോയി എന്ന് പറയില്ലേ, അതിനെ പറയുന്നതാണ് ദീവാർ സേ കീൽ നിക്കൽ ഗൈ. നിക്കൽ ഗൈ, ദീവാർ സേ കീൽ നിക്കൽ ഗൈ. പിന്നെന്തുവാ പറയാ, പ്ലഗ്. നമ്മൾ പറയില്ല അയൺ ചെയ്യണ പ്ലഗ് എന്ന് വിട്ടുപോയാൽ പറയും പ്ലഗ് നിക്കൽ ഗയ. ഓക്കെ, അതുപോലെ തന്നെ വയർ വിട്ട് കിടക്കണ്ടെങ്കിൽ നമ്മൾ പറയും വയർ നിക്കൽ ഗൈ. മനസ്സിലായോ? അപ്പൊ ഈ നിക്കൽ ഗൈ നിക്കൽ ഗയ എന്ന് മാറ്റി പറയുന്നത് വേറൊന്നുമല്ല. ഇതില് എന്താ പറയാ, ദിവാർ, നമ്മൾ ഇതില് സ്ത്രീലിംഗോ പുല്ലിംഗോ നോക്കിക്കൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്ലഗ് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സാവധാനം പറ്റും. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നിക്കൽ ഗയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്ലഗ് നിക്കൽ ഗയ, വയർ നിക്കൽ ഗയ എന്ന് പറഞ്ഞാലും തെറ്റും. ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. വയർ നിക്കൽ ഗൈ എന്ന് തന്നെ പറയണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ് അതാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോ എന്താ പറയുന്നത്, നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയാ സംസാരിക്കാനല്ലേ പഠിക്കുന്നത് അല്ലേ. കുറച്ച് ടൈം എടുത്തൊക്കെ നമുക്ക് അതിന്റെ മിസ്റ്റേക്സ് തിരുത്തി വരാം അല്ലെ. ഇത് അത്ര വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല, കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ്. സ്ത്രീലിംഗവും പുല്ലിംഗവും ടു സെഡ് കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി വരുന്നത് നിക്കാൽന. നിക്കാൽന ഇപ്പൊ കായിലൊരു വരി ഇട്ടോളൂ, നിക്കലിനയുടെ കാലിന്റെ അപ്പുറത്തൊരു വരി ഇട്ടപ്പോ നിക്കാലിനെയായി. രണ്ടുകളും ഡിഫറെന്റ് ആണ് അതിന്റെ അർത്ഥം. നീക്കം ചെയ്യുക എന്നൊരു അർത്ഥം വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ എന്തിൽ നിന്നും ഒരു സാധനം പുറത്തോട്ട് എടുക്കില്ലേ, അതിനെ നിക്കാൽന എന്നാ പറയാം. എക്സാമ്പിൾ പറയാം, ബാഗിൽ നിന്ന് ബുക്ക് എടുക്കുന്ന പോലെ പറയാം. നമ്മള് ബാഗിൽ നിന്ന് ബുക്ക് എടുക്കും എന്ന് പറയില്ലേ, ബാഗ് സേ
ബുക്ക് നിക്കാലോ. അവിടെ എന്താ അർത്ഥം വന്നേ? എടുക്കൂ എന്നുള്ളതിനപ്പുറം എന്താ പറയുക, പുറത്തോട്ട് എടുക്കൂ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അല്ലേ. അപ്പൊ ബാഗ് സേ ബുക്ക് നിക്കാലോ. ഓക്കെ, ബുക്കിനെ കിതാബ് എന്നാ പറയാം, എല്ലാവർക്കും അറിയാലോ അല്ലേ. ശരി, ഇനി നമ്മൾ പറയാണ് ഡബ്ബേന്ന് ബിസ്ക്കറ്റ് എടുക്കൂ. ഡബ്ബേ സേ ബിസ്ക്കറ്റ് നിക്കാലോ. ബിസ്ക്കറ്റ് നിക്കാലോ. മനസ്സിലായോ ഡിഫറൻസ്? ഇതാണ് നിക്കാലിന. ഓക്കെ, ഇനി എന്താ, വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സ് പുറത്തോട്ട് എടുക്കാൻ പറയാൻ വാഷിംഗ് മെഷീൻസ് കപ്പടെ നിക്കാലോ. വാഷിംഗ് മെഷീൻസ് കപ്പടെ നിക്കാലോ എന്ന് പറയുന്ന അതിൽ നിന്നും ഡ്രസ്സ് പുറത്തോട്ട് എടുക്കുമെന്നാണ് അർത്ഥാക്കുന്നത്. ഓക്കെ, ഇനി എന്താ, ഈ ടേബിൾ ഇവിടുന്ന് പുറത്തോട്ട് മാറ്റിയിടും നമ്മൾ പറയണേ. ഇതൊന്ന് അങ്ങോട്ട് പുറത്തോട്ട് മാറ്റിയിടും. അങ്ങനെ പറയുന്നത് എങ്ങനെയാ? ഈ ടേബിൾ യഹാസെ ബാഹർ നിക്കാലോ. ബാഹർ നിക്കാലോ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് മാറ്റും. ഓക്കെ, അപ്പൊ യഹ് ടേബിൾ യഹാസെ ബാഹർ നിക്കാലോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. വളരെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്ന 2 വാക്കുകൾ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനിയും എന്തെങ്കിലും എന്താ പറയാ സെന്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. പിന്നെന്താ, എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.